ഹായ്, എൻ്റെ പേര് ലിബിനാണ്. ഞാൻ മാവേലിക്കരയിൽ നിന്ന് വരുന്നു. ഞാൻ ഫസ്റ്റ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ജാനുവരി 2023 ആണ്. അതിനു മുമ്പേ ഞാൻ എങ്ങനെയാണ് കൃപാസനം അമ്മേൻ്റെ കുറിച്ച് അറിഞ്ഞത് ഞാൻ പറയാം. ഞാൻ ബാംഗ്ലൂരിലാണ് നഴ്സിംഗ് പഠിച്ചത്. പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞായിരുന്നു, ഇങ്ങനെ കൃപാസനം പറഞ്ഞിട്ടൊരു ഒരു ധ്യാന സെൻറ്റർ ഉണ്ട്. പക്ഷേ ഞാൻ അന്നേരം അത്രയും ക്യൂരിയോസിറ്റി വെച്ചില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 2018 എൻ്റെ മദർ ഇൻ ലോയും ഇങ്ങനെ കൃപാസനം അമ്മേൻ്റെ കുറിച്ച് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നി കൃപാസനം അമ്മയുടെ കുറിച്ച് അറിയാൻ. അങ്ങനെ ഞാൻ യൂട്യൂബിൻ്റെ ചാനൽസും പ്രേയേഴ്സ് എല്ലാം നോക്കാൻ തുടങ്ങി, കേൾക്കാനൊക്കെ തുടങ്ങി. പിന്നെ ജാനുവരി 2023 ഞാൻ വന്ന് ഫസ്റ്റ് ഞാൻ ഉടമ്പടി എടുത്തു. നന്നായിട്ട് മെയിനായിട്ടുള്ള റീസൺ ഞാനും എൻ്റെ ഫാമിലിയും ഒരുമിച്ച് അബ്രോഡിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനൊരു നഴ്സിംഗ് പ്രൊഫഷൻ ആയതുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് മാൽദീവ്സിലായിരുന്നു ജോലി, ഞാൻ നാട്ടിലായിരുന്നു. അതായിരുന്നു മെയിനായിട്ട് പോകാനുള്ള കാര്യം. പിന്നെ അങ്ങനെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് വിതിൻ 2 months മാർച്ചിൽ ഹസ്ബൻഡ് ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴി ഞങ്ങൾക്ക് ഒരു നോവാസ്കോഷ്യ ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിലോട്ട് ആ ഫ്രണ്ട് ഒരു ലിങ്ക് അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു ജസ്റ്റ് നിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുക്കാൻ. അങ്ങനെ ആ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 1 week നോവാസ്കോഷ്യ ഹെൽത്തിന് തന്നെ എനിക്കൊരു ഇൻവിറ്റേഷൻ വന്നു. എറണാകുളമിൽ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫാമിലി ആയിട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫാമിലി ആയിട്ട് മെയ് 11 ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞങ്ങൾ രാവിലെ പോയി നല്ല രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു അടുത്ത മാസം നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ഏപ്രിൽ മാസം ഓഫർ ലെറ്റർ കിട്ടി. അവിടെ അവിടുത്തെ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അതിനു മുമ്പേ കാനഡയിൽ പോകുമ്പോൾ നമുക്കറിയാമല്ലോ ഒത്തിരി പേപ്പർ വർക്ക്സും ഡോക്യുമെൻറ്റേഷൻസും ഉണ്ടെന്ന്. അത് ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഡോക്യുമെൻറ്റേഷനൊക്കെ തുടങ്ങിയപ്പം കുറേ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഞാനും എൻ്റെ ഹസ്ബൻഡും ബിഫോർ നാട്ടിൽ വന്ന് നിൽക്കുന്ന മുമ്പെയൊക്കെ ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള പോലീസ് വെരിഫിക്കേഷൻ വേണം, ഹസ്ബൻഡിന് ദുബായിൽ നിന്നുള്ള പോലീസ് വെരിഫിക്കേഷൻ വേണം. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. മാതാവ് മീൻസ് നമുക്ക് ഈ പോലീസ് വെരിഫിക്കേഷൻ വേറെ പ്ലേസിന് ഡൽഹിയിലൊക്കെയാണ് മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ. അപ്പോൾ നാട്ടിൽ തന്നെ സെൻറ്റേഴ്സ് ഉണ്ട്. ഞങ്ങൾ തപ്പാൻ തുടങ്ങിയപ്പം ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു കുട്ടി തൃശ്ശൂരിൽ വഴി ഏജൻസി വഴി ഒരു ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് പുള്ളിക്കാരി പറഞ്ഞു വീട്ടിലോട്ട് വാ, അങ്ങനെ പുള്ളിക്കാരി ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് സക്സസ്ഫുള്ളി ഞങ്ങൾ പോയി ചെയ്തു. വിതിൻ 15 days ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈച്ചിൻ്റെ പോലീസ് വെരിഫിക്കേഷൻ ഗുഡ് സ്റ്റാൻഡിങ് റിപ്പോർട്ട് കിട്ടി. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം ചെയ്യാൻ തുടങ്ങി. പിന്നെ അറിയാലോ, മീൻസ് നമ്മൾ വർക്ക് വിസ സബ്മിറ്റ് ചെയ്യുമ്പം ഒത്തിരി ഡോക്യുമെൻറ്റേഷൻസാണ് കാനഡയിൽ നിന്ന് ചോദിക്കുന്നത്. കാരണം നമ്മളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം, കോളേജിൽ നിന്നുള്ള വെരിഫിക്കേഷൻ ഉണ്ട്, പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽ ആയിട്ട് വേണം. പിന്നെ എനിക്ക് മെയിനായിട്ടുള്ള ഡിഫിക്കൽട്ട് പാർട്ട് പേ സ്റ്റബ്സ് ആയിരുന്നു. കാരണം അവർ 1 yearൻ്റെ പേ സ്റ്റബ് ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് ഫോർ പ്രൂഫായിട്ട്, നമ്മൾ ലെജിറ്റാണോ. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കൃപാസനത്തിൻ്റെ അമ്മയുടെ സഹായത്തോടെ ഞങ്ങൾക്കത് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ചോദിച്ചിട്ട് വിതിൻ 1 or 2 weeks എനിക്കത് കറക്റ്റായിട്ട് കിട്ടി. 12 months കിട്ടി. അങ്ങനെ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം സബ്മിറ്റ് ചെയ്തു. പിന്നെ ജൂലൈ മാസം എനിക്ക് PNP എന്ന് പറഞ്ഞിട്ട് നോവാസ്കോഷ്യ ഹെൽത്ത് ഗവൺമെൻറ്റിന് ഒരു ഇൻവിറ്റേഷൻ വന്നു. പിന്നെ ആ പേപ്പർ വർക്കെല്ലാം വെച്ചിട്ട് ഞാൻ ഒരു October 1 ഞാൻ ഞങ്ങളുടെ വർക്ക് വിസ സബ്മിറ്റ് ചെയ്തു.
ഹസ്ബൻഡിൻ്റെ ഓപ്പൺ വർക്ക് പെർമിറ്റും എൻ്റെ ക്ലോസ്ഡ് വർക്ക് പെർമിറ്റും ആയിരുന്നു. അത് ആ മന്തും റിയലി ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു. കാരണം കാനഡയും ഇന്ത്യയും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് അല്ലായിരുന്നു. മീൻസ് അവർ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു, ഇന്ത്യൻ പീപ്പിളിനെ ഇനി അവർ എടുക്കുന്നില്ല, വർക്ക് വീസ ഒക്കെ ഹോൾഡ് ആക്കി വെച്ചേക്കുവാണ്. അങ്ങനെ അവർ ന്യൂസിനകത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ ഉപ്പും എണ്ണയും ഒക്കെ ഞാൻ എൻ്റെ പേപ്പറിനകത്തൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വിതിൻ 2 വീക്സ് തന്നെ പോസിറ്റീവായിട്ട് റിസൾട്ട് വന്നു. എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും പെർമിറ്റ്സ് വന്നു, എൻ്റെ കുഞ്ഞിന് വിസിറ്റിംഗ് വിസ വന്നു. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. പിന്നെ ഞാൻ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം നോവ സ്കോഷ്യ ഹെൽത്തിൽ സബ്മിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു തടസ്സം വീണ്ടും വന്നു. ഞങ്ങളുടെ നോവ സ്കോഷ്യ ഹെൽത്തിൻ്റെ ഇമെയിൽ വന്നു, നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റെൻ്റലായിട്ടുള്ള ഒരു പ്ലേസ് വേണം താമസിക്കാൻ, ഞങ്ങൾ കാനഡയിൽ വരുന്ന മുമ്പേ. അപ്പോൾ നാട്ടിൽ തന്നെ അവരൊരു സപ്പോർട്ട് തരും, അതുവഴി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റെൻ്റലിൻ്റെ ഒക്കെ അവരുടെ സപ്പോർട്ടിട്ട് ഒരു പ്ലേസ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഞങ്ങൾ അവർക്ക് സബ്മിറ്റ് ചെയ്തു. പക്ഷേ അന്നേരം അവർ ഞങ്ങൾക്ക് മെയിൽ അയച്ചു, ഇങ്ങനെ ജോയിനിങ് ഡേറ്റ് ക്ലോസ് ആയി, ഫുള്ളായി, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അടുത്ത വർഷമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഭയങ്കര ഒരു സങ്കടപ്പെട്ട മൊമെൻ്റ് ആയിരുന്നു. കാരണം ഹസ്ബൻഡ് മാൽദീവ്സിന് ജോലി നിർത്തി വന്നായിരുന്നു, ഞാനും നാട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അറിയാലോ, ഒരു ഫാമിലിക്ക് ആർക്കും ഇങ്ങനെ ജോബില്ലെങ്കിൽ അതൊരു ഫിനാൻഷ്യലി ആണെങ്കിലും നമ്മളെ ബാധിക്കുമല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു, ഹസ്ബൻഡും എല്ലാവരും പ്രാർത്ഥിച്ചു, മാതാവ് ഒരു സഹായം ചെയ്യണം, ഒരു മിറക്കിൾ ചെയ്യണം. അങ്ങനെ വീണ്ടും ഞാൻ മാതാവിൻ്റെ ഉപ്പും ഈ തേയിലും വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അവർ ആ മെയിൽ അയച്ച്, പിന്നെ വിതിൻ 2 ഡേയ്സ് അവർ എനിക്ക് മെയിൽ അയച്ചു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ November 13 നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ അന്നേരം ഞങ്ങൾക്ക് ഓൺലി 4-5 ഡേയ്സ് ഗ്യാപ്പായിരുന്നു. അവർ എനിക്ക് ഈ മെയിൽ അയച്ചിട്ട് November 8 പിന്നെ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് November 13 അപ്പോൾ വിതിൻ ഈ 4-5 ഡേയ്സ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കണം, എല്ലാം പാക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഒന്നും ചിന്തിച്ചില്ല, മാതാവിൻ്റെ ഒരു സപ്പോർട്ടാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ കാനഡയിലോട്ട് പോയി. പിന്നെ അവിടെയും മാതാവ് ഞങ്ങൾക്ക് PR സപ്പോർട്ടിന് ഒത്തിരി സഹായിച്ചു. ഫിനാൻഷ്യലി ആണെങ്കിലും ഡോക്യുമെൻറ്റേഷൻ പർപ്പസ് ആണെങ്കിലും വിതിൻ ഒരു 6-8 മന്ത്സ് ഞങ്ങളുടെ PR കിട്ടി. അങ്ങനെ മാതാവ്, ഞങ്ങൾ സോളി ബിലീവ് ചെയ്യുന്നത് ബൈ ഗ്രേസ് ആണ്, മാതാവിൻ്റെ ശക്തി കൊണ്ടാണ് ഞങ്ങൾ ആ പ്ലേസിൽ പോയത്. കാരണം സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ ഇവിടെ നാട്ടിൽ അങ്ങനെ വരാത്തതാണ്. പിന്നെ മാതാവിൻ്റെ ഈ ഉപ്പും എണ്ണയിട്ട് ഞങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോഴും ഞാൻ ആദ്യം ഓടുന്ന മാതാവിലോട്ടാണ്. കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എണ്ണയും ഉപ്പും തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഈ ഉടമ്പടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നാട്ടിലൊക്കെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ബൈ പോസ്റ്റ് ന്യൂസ് പേപ്പറും മാതാവിൻ്റെ ഫ്രെയിമും മാതാവിൻ്റെ ലോക്കറ്റ്സും കാൻഡിലൊക്കെ പോസ്റ്റ് വഴി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ വർക്ക് പെർമിറ്റിന് ബാംഗ്ലൂരിലൊക്കെ പോയപ്പം ഞാൻ കന്നഡൻ്റെ പേപ്പേഴ്സും തെലുഗുവിൻ്റെ പേപ്പേഴ്സും എടുത്ത് പിന്നെ ലോക്കറ്റും വാങ്ങിച്ചിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഫാദർ പറയുന്ന പോലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഞാൻ അവരോട് ആരെ കണ്ടാലും ഞാൻ മാതാവിനെ കുറിച്ച് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് മാതാവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടായിരുന്നു പേപ്പർ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും മാതാവിൻ്റെ ഒരു പ്രൊട്ടക്ഷനിലാണ് ഞങ്ങൾ നാട്ടിൽ വന്നതും. ഞങ്ങൾ ഇനി തിരിച്ചു പോവാണ്, അതും മാതാവിൻ്റെ ഗ്രേസ് വെച്ചാണ് ഞങ്ങൾ ഇതുവരെ നടന്നു പോകുന്നത്. അതുകൊണ്ട് മാതാവിനോട് 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 52 അധ്യായം 9 മുതലുള്ള 8 മുതലുള്ള വാക്യങ്ങൾ. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ലിവിൻ തോമസ് തൻ്റെ കുടുംബസമേതം തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പെടുക്കാനുള്ള കാരണവും അതിനോട് ചേർന്നുകൊണ്ട് തൻ്റെ കുടുംബം മുഴുവനായിട്ട് കാനഡയിലേക്ക് പോകുവാനുള്ള വിസ പരിശുദ്ധ അമ്മയിലൂടെ കുടുംബത്തിന് ലഭിക്കുകയുണ്ടായി. ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്
2 മാസത്തിനുള്ളിൽ എല്ലാവിധമായ കാര്യങ്ങൾ ഇവർക്ക് പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടക്കുകയൊക്കെ ചെയ്തു. ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് കടന്നു പോകുമ്പോഴത്തേക്കും തനിക്ക് പുറത്തേക്ക് പോകണമോ എന്നുള്ള വലിയ ആഗ്രഹം തന്നെ അത് തൻ്റെ ജീവിത പങ്കാളിയുടെ കൂട്ടുകാരിൽ നിന്ന് ഒരു ലിങ്കിലൂടെ ആണെങ്കിലും അവിടത്തേക്ക് പോകുവാനും അവിടെ നേഴ്സിംഗ് സംബന്ധമായ ഒരു അവസരം ഈ കുടുംബത്തിന് ലഭിക്കുകയും ചെയ്തു. തുടർന്ന് മറ്റു കാര്യങ്ങളും പ്രൊസീജിയറുകളും വിസയുടെ കാര്യങ്ങളാണെങ്കിലും പേപ്പർ വർക്കാണെങ്കിലും ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിലും പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് കടന്നു പോവുകയും ചെയ്തത്. കാരണം 2 പേരും 2 സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ട് തന്നെ പോലീസ് വെരിഫിക്കേഷൻ അത്യാവശ്യം തന്നെയാണ്. അത് ആ രീതിയിൽ കടന്നു പോകുമ്പോഴത്തേക്കും യാതൊരുവിധ തടസ്സം കൂടാതെ കൊണ്ട് തന്നെ അവർക്കത് ലഭിക്കുകയുണ്ടായി. അതേ തുടർന്നാണെങ്കിലും അവർക്ക് ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് ആണെങ്കിലും അത് സാധാരണഗതിയിൽ അവിടെയുള്ള എല്ലാ ജോയിനേഴ്സിൻ്റെയും ഡേറ്റ് കഴിഞ്ഞുകൊണ്ട് തന്നെ ഇവർക്ക് പിന്നത്തേക്ക് മാറ്റിവെക്കേണ്ട അവസ്ഥയാണ് വന്നു പോയത്. എന്നാലും അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇന്ന ഡേറ്റിൽ 8-ാം തീയതിയിൽ ഇങ്ങനെ മെയിൽ അയക്കുന്നുണ്ട്. ഇന്ന ഡേറ്റിൽ, അതായത് 4 ദിവസത്തിലുള്ള തന്നെ അവിടെ ചെല്ലുവാനും ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള രീതിയിൽ. എന്നാൽ പരിശുദ്ധ അനുഗ്രഹത്താൽ അത് പൂർണ്ണമായിട്ടും അത് 4 ദിവസത്തിനുള്ളിൽ പോകേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും അവിടെ ചെല്ലുമ്പോഴും താമസിക്കാനുള്ള ഇടം അത് ഒരുക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയായിരുന്നു. അതും വളരെയധികം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് കടന്നു പോയിരുന്നെങ്കിലും അത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടാണെങ്കിലും ഉടമ്പടി നിറച്ച വസ്തുക്കളൊക്കെ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് അവർക്ക് അവിടെ ഒരു സ്ഥലം കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് സാധിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെയാണെങ്കിലും ജീവിത പങ്കാളിക്ക് വർക്ക് പെർമിറ്റും അതുപോലെ തന്നെ മോൾക്കുള്ള വിസയൊക്കെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഫാമിലി മുഴുവനായിട്ട് യാതൊരു വിധമുള്ള തടസ്സങ്ങൾ കൂടാതെ കണ്ട് അവിടേക്ക് പോകുവാനുള്ള കാനഡയിലേക്ക് പോകുവാനുള്ള എല്ലാ അവസരങ്ങളും പരിശുദ്ധ അമ്മയോട് സമർപ്പിച്ചതിന് അനുഗ്രഹമായിട്ട് ഈ കുടുംബത്തെ മുഴുവനായിട്ട് പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് കൊണ്ട് ഇവിടെ എല്ലാവിധ ആവശ്യങ്ങളെയും പരിശുദ്ധ അമ്മ ഈ കുടുംബത്തിന് നൽകി അനുഗ്രഹിക്കുകയുണ്ടായി. ഇനിയും മുമ്പോട്ടുള്ള കുടുംബത്തിൻ്റെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഈ കുടുംബത്തെ മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.